കൊറിയൻ സിനിമ ആരാധകരായിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഡോൺ ലീ എന്ന് വിളിക്കുന്ന മാ ഡോങ് സിയോക്ക്. ട്രെയിൻ ടു ബുസാൻ എന്ന് പറയുന്ന സിനിമയിലെ ശ്രദ്ധേയമായ വേഷം അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു. അതിനുശേഷം നായകവേഷത്തിൽ ഒരുപാട് സിനിമകൾ ലോകമെമ്പാടും അദ്ദേഹം നിരവധി ആരാധകരെ നേടി. മലയാളികൾ നെഞ്ചോട് ചേർത്ത ആ കിൻഡൽ അടിക്കാരൻ്റെ കുറച്ച് നല്ല സിനിമകളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സിനിമ ദി ഔട്ട്ലോസ്. ഡോൺ ലീ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഒരുപക്ഷെ ഔട്ട്ലോസ് മൂവി സീരീസിലെ സിനിമകൾക്ക് തന്നെയായിരിക്കും. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആക്ഷൻ രംഗങ്ങളിലെ ഡോൺ ലീയുടെ മികവ്. ഇതിലെ കൊടൂര വില്ലൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഒരു ചൈനീസ് ഗ്യാങ്ങിനെതിരെ പോരാടുന്ന ഒരു ഡിറ്റക്റ്റീവിൻ്റെ കഥയാണ് 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ പറയുന്നത്. ഇതിൻ്റെ തുടർഭാഗങ്ങളായിട്ട് ദി റൗണ്ട് അപ്പ്, നോ വേ ഔട്ട്, റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്നിങ്ങനെയുള്ള സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒക്കെ ഗംഭീര സിനിമകളാണ്, കാണേണ്ട പടങ്ങൾ. അടുത്തതൊരു സ്പോർട്സ് ബേസ്ഡ് സിനിമയാണ്. ഡോൺ ലീ ഒരു ആം റെസ്ലറുടെ വേഷത്തിലെത്തുന്ന ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും ഒരു ആം റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേണ്ടി പറഞ്ഞു വെച്ചതുപോലത്തെ ഒരു വേഷമാണ് ഈ സിനിമയിലേത്. അതോടൊപ്പം തന്നെ ഫാമിലി ബോണ്ടിങ്ങിന് കൂടി ഈ സിനിമ പ്രാധാന്യം നൽകുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡോൺ ലീ സിനിമകളിലൊന്ന്. ഡോൺ ലീ എന്ന് പറഞ്ഞാൽ തന്നെ ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയും ഒരു ആക്ഷൻ സിനിമയാണ്. ഇവിടെ അണ്ണൻ മീങ്കച്ചോടൊക്കെ ആയിട്ട് ഡീസൻ്റായിട്ട് കുടുംബജീവിതം നയിക്കുകയാണ്. അങ്ങനെ എനിക്ക് പുള്ളിയുടെ ഭാര്യയെ മറ്റൊരാൾ തട്ടിക്കൊണ്ട് പോകുന്നു. പുള്ളി ചുമ്മാ ഇരിക്കുമോ. പിന്നീട് നടക്കുന്ന കഥയാണ് 2018 പുറത്തിറങ്ങിയിട്ടുള്ള അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഈ ഡോൺ ലീ ആക്ഷൻ ചെയ്യുമ്പോൾ പുള്ളിയുടെ രൂപം കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ പുള്ളി അടിക്കുന്ന അടിക്ക് നമുക്ക് നല്ല പവർ ഫീൽ ചെയ്യും. അതുതന്നെയാണ് ഈ സിനിമയുടെയും പ്രത്യേകത. അതിനിടയ്ക്ക് കഥയൊക്കെ ചെറുതായിട്ട് നോർമലായി പോകുന്നുണ്ട്, എങ്കിലും സിനിമ നമുക്ക് ഇഷ്ടപ്പെടും. ഡോൺ ലീയെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാണുന്നൊരു സിനിമയാണ് 2019 പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സിനിമ. ഒരു ഫീൽ ഗുഡ് കോമഡി ജോണറിലൊക്കെ വരുന്നൊരു സിനിമയാണിത്. രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടം. അടുത്തത് കൂട്ടത്തിലെ കൊമ്പൻ. ഡോൺ ലീയുടെ പ്രശസ്തിക്കൊക്കെ മെയിൻ കാരണക്കാരനായിട്ടുള്ള സിനിമ ദി ഗാങ്സ്റ്റർ, ദ കോപ്പ്, ദ ഡെവിൾ. ഇതിലെ ഗാങ്സ്റ്റർ ക്യാരക്ടറായിട്ട് അദ്ദേഹം പൂണ്ട് വിളയാടിയിട്ടുണ്ട്. ഇതിലെ ക്ലൈമാക്സ് സീനൊക്കെ വളരെ പോപ്പുലറാണ്. നിങ്ങൾ ഇതിനോടകം തന്നെ റീൽസിലൊക്കെ ആ സീൻ കണ്ടിട്ടുണ്ടായിരിക്കും. കിടിലൻ പടം, ഒരു തട്ടുപൊളിപ്പൻ ആക്ഷൻ സിനിമ എന്ന് പറയാം. ഡോൺ ലീയുടെ കിടിലൻ സിനിമകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുള്ളി നല്ല കട്ട നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടുകളിൽ പരിചയപ്പെടാം. പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു.